മസ്റ്ററിംഗ് നടത്തിയപ്പോൾ പഞ്ചായത്ത് അധികൃതർക്ക് സംഭവിച്ച പിഴവ് മൂലം വിധവയ്ക്ക് 6 മാസത്തെ പെൻഷൻ നഷ്ടമായി. പശുപ്പാറ എസ്റ്റേറ്റ് ലയത്തിൽ മംഗലപ്പള്ളി സിസിലി ജോസഫിനാണ് 9,600 രൂപ നഷ്ടമായത്. പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലാണ് സിസിലി. വല്ലപ്പോഴും കൊളുന്നുള്ളി എസ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക വരുമാനം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. ഭർത്താവ് ജോസഫ് മരിച്ചതോടെ സിസിലി പെൻഷൻ കിട്ടാൻ ഉപ്പുതറ പഞ്ചായത്തിൽ അപേക്ഷ നൽകി. ID കാർഡ് അടക്കം എല്ലാ രേഖകളും നൽകിയിരുന്നു. എന്നാൽ ഇവരുടെ സമീപവാസിയായ ലക്ഷ്മി കറുപ്പയുടെ പേരിലാണ് പെൻഷൻ അനുവദിച്ചത്. എന്നാൽ 12 വർഷമായി സിസിലിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിക്കൊണ്ടേയിരുന്നു. പഞ്ചായത്തിൽ നിന്നും അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് നടത്തി. ഇതോടെ പെൻഷൻ നിലച്ചു. കഴിഞ്ഞ 6 മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല. കാരണം അന്വേഷിച്ചപ്പോഴാണ് മുൻപ് സംഭവിച്ച പോലെ ലക്ഷ്മി കറുപ്പയുടെ പേരിൽ പിഴവ് ആവർത്തിച്ചെന്ന് മനസ്സിലായത്. വീണ്ടും ശരിയാക്കി മസ്റ്ററിംഗ് നടത്തിയെന്നും പുതുതായി പെൻഷൻ കിട്ടുമെന്ന് അധികൃതർ പറഞ്ഞു. പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയെങ്കിലും നഷ്ടമായ പെൻഷന്റെ കാര്യത്തിൽ അധികൃതർ കൈമലർത്തുകയാണ്. പെൻഷൻ മുടങ്ങിയതോടെ പട്ടിണിയിലാണ് സിസിലി. പലപ്പോഴും കൊളുന്നുള്ളി എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന താൽക്കാലിക വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്ക് 13 വർഷം കൊണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്താ കിട്ടാത്ത എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ പേര് മാറിക്കിടക്കുന്നു. ചേച്ചി മാറിക്കൊടുത്തതാണ്? അല്ല, അവര് മാറിയതാ, പഞ്ചായത്തിൽ തന്നെ മാറിയതാ. ലക്ഷ്മി കറുപ്പയ്യ എന്നും പറഞ്ഞു അതും സിസിലിയുടെ ആയിട്ട് മാറിക്കിടക്കുക. എൻ്റെത് അവർക്കും അവരുടേത് എനിക്കുമായിട്ടാണ് കിടക്കുന്നത്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അവർക്കില്ല. അവർ തമിഴ്നാടുകാരാണ്. അവർ പോയി, അവർക്കില്ല. പിന്നെ അക്കൗണ്ട് നമ്പർ കൊടുത്താണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോഴും എനിക്ക് ആ പേര് തന്നെയാണ് സാറേ കിടക്കുന്നത്. ഇപ്പം പഞ്ചായത്തുകാർ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞ് എൻ്റെ പേര് മാറ്റിയിട്ടിട്ടുണ്ട് സിസിലി എന്നും പറഞ്ഞാൽ കിടക്കുന്നത്. ഇനിയേ എനിക്ക് കിട്ടുകയുള്ളൂ, പഴയതൊന്നും കിട്ടുകയെന്ന് പറഞ്ഞു. തന്റേതല്ലായ കാരണത്താൽ നഷ്ടമായ 6 മാസത്തെ പെൻഷൻ ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ, പഞ്ചായത്ത് കമ്മിറ്റി എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് സിസിലി. ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ. തകർന്നു കിടക്കുന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പുനർനിർമ്മാണത്തിന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തടസ്സമാകുന്നുവെന്ന ആക്ഷേപം. തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിൽ കൽഭിത്തി നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് നിർമ്മാണ ജോലികൾക്ക് തിരിച്ചടിയാകുന്നുവെന്നാണ് ആരോപണം. മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പുനർനിർമ്മാണ പൂർത്തീകരണത്തിനായി ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും. ഇപ്പോൾ വേനൽക്കാലത്തെ സ്ഥിതിയും മറിച്ചല്ല. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് വേനൽക്കാലത്ത് റോഡിനെ ചെളിക്കുണ്ടാക്കി മാറ്റുന്നത്. 2018 പ്രളയകാലത്ത് മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു. ആവശ്യങ്ങൾക്കൊടുവിൽ റോഡിന്റെ പണികൾ ആരംഭിച്ച് കൽഭിത്തി നിർമ്മാണം നടത്തി കഴിഞ്ഞു. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ മാറ്റാത്തത് തുടർ ജോലികൾക്ക് தடசமாகுന്നുവெന്നാണ് ஆரோபணம். 2018 மழை பெஞ்சு இந்த ரோடெல்லாம் ரொம்ப டேமேஜாக இருந்துச்சு. இப்போ பார்த்தீங்கன்னா அந்த ரோடு வேலைகள்லாம் செஞ்சுருக்காங்க. ஆனாலுமே அந்த வாட்டர் அதோரிட்டி வந்துட்டு இந்த பைப்பை எதுவுமே சரி பண்ணி கொடுக்காதனால ரோடு மொத்தம் மோசமாக இருக்குது. மழை பெஞ்சா இப்போ ரொம்ப சகதியாகவும் ஆகிருக்கு. அதனால வண்டி இந்த சைடு உள்ள ரிசோர்ட்டுகளும் பாதிச்சிருக்கு, எஸ்டேட் மக்களும் பாதிச்சிருக்காங்க. வண்டியும் அவ்வளோவா போகிறது இல்லை. ஒரு வண்டி கூப்பிட்டாலுமே வண்டிக்கு ரேட் இருக்கும், யாருக்கும் அவ்வளோ ஒரு இது பெனிஃபிட் இல்லாமல் போய்கிட்டு இருக்கு. അപ്പോൾ വന്നിട്ട് സീക്കിരം വന്നിട്ട് ഒരു നടപടി എടുത്ത് இந்த റോഡെല്ലാം പോട്ട് കൊടുക്കണം. നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ ദിവസവും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡാണിത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ദുരിതം സഹിച്ചാണ് ഇവരുടെ യാത്ര. റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് ബന്ധപ്പെട്ടവരുടെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. മറ്റു വാർത്തകളിലേക്ക് വരാം, ചെറുടവേളയ്ക്ക് ശേഷം.